നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ടി.പി. ചന്ദ്രശേഖരനെ കൊന്നവർക്ക് ആ മണ്ണിൽ സ്ഥാനമില്ലെന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വടകരയിൽ നടക്കുകയെന്ന് കെ മുരളീധരൻ MP. സീറ്റ് വിഭജനം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മണ്ണിനും മനുഷ്യനും തുല്യ പ്രാധാന്യം നൽകി കേരളം പുതിയ ഭവന നയം രൂപീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ. അഞ്ച് വർഷം കൊണ്ട് 100 പാലങ്ങൾ എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ അടുക്കുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ടി.പി. ചന്ദ്രശേഖരനെ കൊന്നവർക്ക് ആ മണ്ണിൽ സ്ഥാനമില്ലെന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വടകരയിൽ നടക്കുകയെന്ന് കെ മുരളീധരൻ MP. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് എന്ന ആവശ്യം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും MP കോഴിക്കോട്ട് പറഞ്ഞു. ഒരു വ്യക്തിയെ കൊന്ന പ്രസ്ഥാനത്തിൽ നിന്നും ഒരാൾ പോയപ്പോൾ അങ്ങനെ ഒരാളെ വെട്ടിക്കൊല്ലുന്ന സംസ്കാരം അതിനി ഭാവിയിൽ ആവർത്തിക്കരുത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ആരൊക്കെ പോയി? ഇപ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിലെ നേതാവ് പോയിട്ട് മറുഭാഗത്ത് പോയിട്ട് കോർപ്പറേഷൻ ചെയർമാനായി. തിരുവനന്തപുരത്തുള്ള നേതാവ് കഴിഞ്ഞ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പോയിട്ട് LDFൻ്റെ കൂടെ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തു പോയപ്പോൾ അദ്ദേഹത്തിനെ 51 വെട്ടി കൊന്നത് ചർച്ച ചെയ്യപ്പെടണം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ വിധി വന്നത്. മരണപ്പെട്ട കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷ ശരിവെച്ച കോടതി അഡീഷണലായി 2 പ്രമുഖ മാർക്സിസ്റ്റുകാരെ കൂടെ ശിക്ഷിച്ചു. കീഴ്ക്കോടതി വെറുതെ വിട്ട 2 മാർക്സിസ്റ്റ് നേതാക്കന്മാരെ കൂടെ ശിക്ഷിച്ചപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ട്. അപ്പോൾ വടകരയിൽ ആ ചന്ദ്രശേഖരനെ കൊന്ന ശക്തികൾക്ക് ആ മണ്ണിൽ സ്ഥാനമില്ല എന്ന് കൂടെ പ്രഖ്യാപിക്കുന്ന ഇലക്ഷൻ റിസൾട്ടായിരിക്കും വടകരയിൽ നിന്നുണ്ടാവും. ലീഗിന് അധിക സീറ്റിന് അവകാശമുണ്ട് താങ്കൾ പറയുമ്പോഴും കോൺഗ്രസിലെ ചില നേതാക്കൾ അതിനോട് യോജിക്കുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ പേര് തർക്കം ഉണ്ടാവില്ല. അതാണ് ഞാൻ പറയുന്നത്. നാളെ തന്നെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സീറ്റ് വിഭജനം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ലീഗിന്റെ 3ാം സീറ്റ് കോൺഗ്രസ് അംഗീകരിക്കുമെന്നാണ് വിശ്വാസം. രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. 3ാം സീറ്റിലെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും ഇടത് നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം മറുപടി നൽകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പ്രതികരിച്ചു. ഞങ്ങൾ നേരത്തെ പാർട്ടിയെടുത്ത തീരുമാനമനുസരിച്ച് UDF ഒരു അഭിപ്രായം പറഞ്ഞു. മറ്റ് കക്ഷികൾ ആലോചിച്ചിട്ട് അഭിപ്രായം പറയാമെന്നും പറഞ്ഞു, പ്രത്യേകിച്ച് കോൺഗ്രസ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് 2 കൂട്ടരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയുണ്ട്. അതിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മാത്രമല്ല, ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ ഏതായാലും കഴിയില്ല. മറ്റ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ, NDA മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നാളത്തെ ചർച്ചയിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീരുമാനമാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. കോൺഗ്രസുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ തീരുമാനം ഉണ്ടാവും. നാളെ ഉച്ചയ്ക്ക് നിങ്ങളോട് വിവരം പറയാം. ഇപ്പോൾ ലോക്സഭാ സീറ്റ് മാത്രമാണ് ചർച്ച. രാജ്യസഭാ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് തരാമെന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ആവശ്യപ്പെടുന്നതും തരലൊന്നും അല്ലല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കലല്ലേ. ഞങ്ങളിൽ കൊടുക്കലും വാങ്ങലും ഇല്ല. ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അത് LDFലാണ്. വലിയേട്ടം പറയുന്നതിന് മറ്റുള്ള അംഗീകരിച്ചു പോകും. ഇതിൽ ഞങ്ങൾ ഇരുന്ന് പരസ്പരം ചർച്ച ചെയ്ത് ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കലാണ്. ഏതായാലും ഇത് നാളത്തെ തീരുമാനത്തിന് ശേഷം 27-ാം തീയതി ഞങ്ങളുടെ പാർട്ടി നേതൃയോഗം ചേരുന്നുണ്ട്. അതിൽ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
പ്രകൃതിക്ഷോഭങ്ങളും അപ്രതീക്ഷിതമായ കാലാവസ്ഥയും നിത്യസംഭവങ്ങളായി മാറിയ സാഹചര്യത്തിൽ മണ്ണിനും മനുഷ്യനും തുല്യ പ്രാധാന്യം നൽകി കേരളം പുതിയ ഭവന നയം രൂപീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ. സർക്കാർ ജീവനക്കാർക്കും മുതിർന്ന ഓഫീസർമാർക്കുമുള്ള വാടക വീട് പദ്ധതി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് സർക്കാർ ജീവനക്കാർക്ക് വാടക വീടായി നൽകാൻ കോഴിക്കോട് കോവൂരിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. 2004 തന്നെ പുതിയ ഭവന നയം അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ് സർക്കാർ എന്ന് മന്ത്രി പറഞ്ഞു. നിരവധി പദ്ധതികൾ നടപ്പിലാക്കി ഹൗസിംഗ് ബോർഡ് അതിൻ്റെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരികയാണ്. ബജറ്റിലും ഭവന നിർമ്മാണ രംഗത്തുമുള്ള പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. സാധാരണ നിലയിൽ ഭവന നിർമ്മാണ ബോർഡിനെയും വകുപ്പിനെയും ഒക്കെ കുറിച്ച് പൊതുവായ ആളുകൾ പറയുന്ന ചില തെറ്റായ ചിന്തകളുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി കേരളത്തിലെ കിഫ്ബി വർക്കുകൾ ഉൾപ്പെടെ അതിവേഗം നടപ്പിലാക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ പ്രയോഗിച്ച് ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങളെ നടപ്പിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒന്നായി ഹൗസിംഗ് ബോർഡ് മാറിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടനമായ ഉദാഹരണമാണ് 12 ഫ്ലാറ്റുകളുള്ള ഈ ഭവന സമുച്ചയം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുകയും തുടർച്ചയായ ആ കാര്യങ്ങളിൽ ഇടപെട്ട് വളരെ സ്വീകാര്യമായ വിധത്തിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയം നാടിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത ഭവന നിർമ്മാണ വകുപ്പിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കൂടി കേരള സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിനന്ദിച്ചുകൊണ്ട് തോട്ടത്തിൽ രവീന്ദ്രൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മേയർ ബീന ഫിലിപ്പ്, കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, KSHB ഹൗസിംഗ് കമ്മീഷണർ ആൻഡ് സെക്രട്ടറി രാഹുൽ കൃഷ്ണ ശർമ്മ, സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് അംഗങ്ങളായ ടി മണി, MS വിശ്വനാഥൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉണ്ണികുളം പഞ്ചായത്തിൽ പൂനൂർ പുഴയ്ക്ക് കുറുകെ പൂനൂർ പാലം യാഥാർത്ഥ്യമായി. പാലം മന്ത്രി റിയാസ് സമർപ്പിച്ചു. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ അടുക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂനൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പൂനൂർ പാലം മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. അധികാരത്തിലെത്തി 2 വർഷം കൊണ്ട് 50 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചെന്നും 3 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച കാര്യമാണ് 2 വർഷങ്ങൾ കൊണ്ട് സർക്കാർ ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. 87ാമത്തെ പാലത്തിന്റെ നിർമ്മാണമാണ് പൂനൂർ പാലം ഉദ്ഘാടനം ചെയ്തതോടെ പൂർത്തിയായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തത്. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നിട്ട് 3 വർഷം തികയാൻ വേണ്ടി പോവുകയാണ്. ഈ മെയ് മാസം 20-ന് 3 വർഷം. 100 പാലങ്ങൾ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുക എന്നുള്ളത് കണക്കാക്കി ആദ്യത്തെ ഒരു 3 വർഷം ഒരു 50 പാലങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് നിശ്ചയിച്ചത്. പാലങ്ങളുടെ കാര്യത്തിൽ ഒരു ഹാഫ് സെഞ്ചുറി 3 വർഷം കൊണ്ട് അടിക്കണമെന്നാണ് കരുതുന്നത്. പക്ഷേ 2 വർഷം കൊണ്ട് തന്നെ 50 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കാനായി. KM സച്ചിൻ ദേവ് MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MK മുനീർ MLAയും സന്നിഹിതനായിരുന്നു. KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൾ അസീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ, വൈസ് പ്രസിഡന്റ് നിഖിൽ രാജ്, മുൻ MLA പുരുഷൻ കടലുണ്ടി തുടങ്ങിയവരും സംസാരിച്ചു. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
സാംസ്കാരിക വിനിമയ പരിപാടിയുടെ ഭാഗമായി വയനാട് പുൽപ്പള്ളിയിൽ നിന്നും വിദ്യാർത്ഥികൾ കോഴിക്കോട്ടെത്തി. ഗോത്ര വിഭാഗങ്ങളടക്കമുള്ള 185 കുട്ടികൾക്ക് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ സ്വീകരണം നൽകി. കുട്ടികൾ ശാസ്ത്ര കേന്ദ്രത്തിലെ ഷോയും വിമാനത്താവളവും ബീച്ചും കണ്ടു. പറമ്പിൽക്കടവ് മുഹമ്മദ് അബ്ദുറഹിമാൻ സ്മാരക വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ വയനാട്ടിൽ നിന്നും വന്ന വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. മുഹമ്മദ് അബ്ദുറഹിമാൻ സ്മാരക സ്കൂളിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക വിനിമയ പരിപാടി നഗാമു ഐരമു സംഘടിപ്പിച്ചത്. നടക്കാവ് സ്കൂൾ സന്ദർശിച്ച ശേഷം സംഘം റെയിൽവേ സ്റ്റേഷനിലെത്തി. വിദ്യാർത്ഥികൾ കൊയിലാണ്ടി വരെ ട്രെയിനിൽ യാത്ര ചെയ്തു. പിന്നീട് കാപ്പാട് ബീച്ച്, കോഴിക്കോട് വിമാനത്താവളം എന്നിവിടങ്ങളിലും സന്ദർശിച്ചു. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ കാടാണ് ജീവൻ കാക്കുന്നത്, അല്ലേ? കാടും മരങ്ങളും ഇല്ലെങ്കിൽ ഒരു ജീവിതവും ഇല്ല. പച്ചപ്പില്ലെങ്കിൽ നമുക്ക് തിന്നാനൊന്നും കിട്ടാണ്ട് നമ്മൾ പട്ടിണി കിടന്ന് വേഗം മരിച്ചു. അതുകൊണ്ട് ആ പച്ചപ്പിനെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രദേശമാണ് വയനാട്. അതുകൊണ്ട് ആ വയനാട്ടിൽ വന്ന കുട്ടികളോടൊക്കെ നമുക്ക് ഭയങ്കര ബഹുമാനാണ്. എന്തുകൊണ്ടാണ്? പച്ചപ്പിനെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? വയനാട്ടിലുള്ള ആൾക്കാർ. അതുകൊണ്ട് ഈ നഗരത്തില് മനുഷ്യരെ നിർമ്മിക്കുന്ന ജാതി റോഡുകൾ ഒരുമാതിരി സിമന്റ് കൊണ്ട് കെട്ടിയ കെട്ടിടങ്ങളുമായിട്ട് നമ്മളിങ്ങനെ ചുട്ടു പഴുക്കാണ്. ആകെ ആശ്വാസം എന്താണ്? പച്ചപ്പാണ്. പച്ചപ്പിനെ സൂക്ഷിക്കുന്ന വയനാട്ടിലെ മക്കളോട് പുൽപ്പള്ളിയിലേക്ക് പോയോണ്ട് എനിക്ക് വളരെ സ്നേഹമാണ്. അതുകൊണ്ടാണ് ആ എല്ലാ തോട്ടത്തിൽ രവീന്ദ്രൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ C. രേഖ അധ്യക്ഷത വഹിച്ചു. കുരുവട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് A. സരിത, പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് TS. ദിലീപ് കുമാർ, DDE മനോജ് മണിയൂർ, MMK ബാലാജി, രജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗോവ ഗവർണർ PS. ശ്രീധരൻപിള്ള രചിച്ച 210 പുസ്തകങ്ങളുടെ പ്രദർശനം നടന്നു. സാഹിത്യകാരൻ C. രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. PS. ശ്രീധരൻപിള്ളയുടെ 2 പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. വിജിൽ ഹ്യൂമൻ റൈറ്റ്സും സുഹൃത്ത് സംഘവും ചേർന്ന് സംഘടിപ്പിച്ച ഗോവ ഗവർണർ PS. ശ്രീധരൻപിള്ള രചിച്ച 210 പുസ്തകങ്ങളുടെ പ്രദർശനവും പുസ്തക പ്രകാശനവും അക്ഷരയാത്ര at 50 സാഹിത്യകാരൻ C. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശ്രീധരൻപിള്ള രചിച്ച ഐക്കൺസ് ഓൺ മൈ ലിറ്ററേച്ചർ, സ്ത്രീരത്നങ്ങൾ എന്നീ പുസ്തകങ്ങൾ C. രാധാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷുവ, മലബാർ ഗോൾഡ് MD MP അഹമ്മദ് എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. വായനാശീലവും ബുക്കുകളുടെ എണ്ണവും എഴുത്തുമെല്ലാം കൂടി വരുന്നു എന്നുള്ള കണക്കുകൾ അതിനെപ്പറ്റി ആധികാരികമായ പഠനത്തിലുണ്ട്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. ഒരു ജനതയുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിൽ ഒരു സംസ്കാര സമ്പന്നയുടെ രാഷ്ട്രമാണോ നമ്മുടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഉത്തരം അവിടെയുള്ള ഒരു ചെറിയ ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ്. അവരാണ് വായനക്കാർ. അവരിലൂടെയാണ് സമൂഹം നിലനിൽക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സങ്കല്പമായിട്ട് ഇതൊക്കെ പറഞ്ഞാലോ, ആർണോൾഡ് ടോയിൻബി പറഞ്ഞതുപോലെ എ സൊസൈറ്റി ക്യാൻ ബി മോൾഡഡ് ഓർ ചേഞ്ച്ഡ് ബൈ എ ക്രിയേറ്റീവ് മൈനോറിറ്റി ഇൻ എ സൊസൈറ്റി. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം. അത് കേരളത്തിൽ വേണ്ടത്ര ഉണ്ടോ? ഞാൻ ജോഷുവയും ചന്ദ്രേട്ടനും ഇരിക്കുന്ന വേദിയായിട്ട് പറയാം. PS. ശ്രീധരൻപിള്ള, MK രാഘവൻ MP, ആറ്റക്കോയ പള്ളിക്കണ്ടി, വിജിൽ പ്രസിഡന്റ് ജോസഫ് തോമസ്, TH. വത്സരാജ് തുടങ്ങിയവരും സംസാരിച്ചു. ശ്രീധരൻപിള്ളയുടെ പത്നി റീത്ത ശ്രീധരന്റെ ചിത്രപ്രദർശനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റായിരുന്ന T. നസറുദ്ദീന്റെ ചരമവാർഷിക അനുസ്മരണവും പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങളുടെ വിതരണവും കോഴിക്കോട്ട് നടന്നു. MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി കോഴിക്കോട്ട് സംഘടിപ്പിച്ച T. നസറുദ്ദീൻ അനുസ്മരണം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടന്നു. 10 ലക്ഷം വരുന്ന കേരളത്തിലെ വ്യാപാരികളെ നസറുദ്ദീൻ സാഹിബ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ മികച്ച സംഘാടകൻ എന്ന നിലക്ക് അദ്ദേഹത്തെ പോലെ മറ്റാരും കാണില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് ഈ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ മാത്രമല്ല, അതിനു മുമ്പ് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാൻ അവസരമുണ്ടായിരുന്നു.
പിന്നെ കേരളത്തിൽ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഈ മാധ്യമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതോ അല്ലെങ്കിൽ വാർത്തകളിൽ സ്ഥാനം പിടിക്കുന്നതോ കുറച്ചു പേരേ ഉള്ളൂ. അതിലൊന്ന് നസ്രുദ്ദീൻ സാഹിബാണ്. ഞാൻ മറ്റുള്ള പേര് പറയുന്നില്ല. എന്നോട് കേരളത്തിലെ പ്രഗത്ഭരായ ജേർണലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് നല്ല വാർത്ത അല്ലെങ്കിൽ വിവാദങ്ങളുടെ വാർത്ത വേണമെങ്കിൽ വിവാദ നായകൻ നസ്രുദ്ദീനെ കണ്ടാൽ മതി എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി മുർത്താസ് അലി, ജില്ലാ പ്രസിഡന്റ് അഷറഫ് മുത്തേടത്ത്, ജില്ലാ ഭാരവാഹികളായ ജിജി കെ തോമസ്, വി സുനിൽകുമാർ, യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി സന്തോഷ് അമ്പലവയൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്ഷീര കർഷകർക്ക് വലിയ ആനുകൂല്യങ്ങളുമായി മലബാർ മിൽമ. മാർച്ചിൽ കർഷകർക്ക് 16 കോടി രൂപ ധനസഹായം നൽകാൻ തീരുമാനിച്ചതായി മലബാർ മേഖലാ യൂണിയൻ സാരഥികൾ അറിയിച്ചു. ക്ഷീര കർഷകർക്ക് അധിക പാൽവിലയായി 8 കോടിയും ക്ഷീരസംഘങ്ങൾക്ക് പ്രവർത്തന ഫണ്ടായി 50 ലക്ഷവും അംഗസംഘങ്ങൾക്ക് ഓഹരി തുകയായി 15.5 കോടിയും സംഘങ്ങളിലെ ജീവനക്കാർക്ക് 2 കോടി രൂപയുമാണ് നൽകുന്നത്. ആനന്ദ് മാതൃക ക്ഷീരസംഘങ്ങളിലൂടെ മേഖലാ യൂണിയന് നൽകുന്ന ഗുണനിലവാരമുള്ള പാലിന് ലിറ്ററിന് 4 രൂപ അധിക വില ലഭിക്കും. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള 6 ജില്ലകളിലെ ക്ഷീര കർഷകർക്ക് ഇതിലൂടെ 8 കോടി രൂപ ലഭിക്കും. ക്ഷീര കർഷകർക്ക് 1 ലിറ്റർ പാലിന് 50.95 രൂപ ലഭിക്കും. മാർച്ചിലെ പാലളവ് കണക്കാക്കി ലിറ്ററിന് 25 പൈസ വീതം പ്രവർത്തന ഫണ്ടായി നൽകും. ഈ ഇനത്തിൽ 50 ലക്ഷം രൂപ സംഘങ്ങൾക്ക് ലഭിക്കും. ഡിസംബർ മുതൽ മാർച്ച് വരെ നൽകുന്ന പാലിന് ലിറ്ററിന് 1 രൂപ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ 2.5 കോടി രൂപ സംഘങ്ങൾക്ക് പ്രവർത്തന ഫണ്ടായി ലഭിക്കും. നടപ്പു സാമ്പത്തിക വർഷത്തിൽ 49 കോടി രൂപ ക്ഷീര കർഷകർക്ക് നൽകി ചരിത്രം സൃഷ്ടിച്ചെന്ന് മിൽമ ചെയർമാൻ KS മണി, മാനേജിംഗ് ഡയറക്ടർ KC ജെയിംസ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വനിതകൾക്ക് വ്യായാമത്തിനായി ഗോദീശ്വരം ബീച്ചിൽ സൈക്കിൾ സവാരിക്ക് അവസരമൊരുക്കി കോർപ്പറേഷൻ. 20 സൈക്കിളുകളാണ് സവാരിക്കായി സജ്ജീകരിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചു. ഗോദീശ്വരം ബീച്ചിൽ പ്രഭാത സായാഹ്നങ്ങളിൽ എത്തുന്നവർക്കായി 20 സൈക്കിളുകളാണ് ലഭ്യമാക്കുന്നത്. ഇതിനായി പദ്ധതിയിൽ 4 ലക്ഷം രൂപ ചെലവിട്ട് ഗോദീശ്വരം ശ്മശാനത്തിന് സമീപം സൈക്കിൾ ഷെഡ് നിർമ്മിച്ചു. സവാരിക്ക് ആവശ്യമായ സൈക്കിളുകളും എത്തിച്ചിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. രാവിലെ 6 മുതൽ 9 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയുമാകും പ്രവർത്തനം. മണിക്കൂറിന് 20 രൂപ ഈടാക്കും. നടത്തിപ്പ് ചുമതല കുടുംബശ്രീയെ ഏൽപ്പിക്കാനാണ് ധാരണ. നമ്മുടെ ചെയർമാൻ ഒരു പ്രത്യേക താല്പര്യമാണ് എല്ലാ മേഖലയിലേക്കുള്ളത്. 5000 സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാന്നുള്ള ചെയർമാൻ അതുപോലെ തന്നെ നഗരാസൂത്രണത്തിൽ ഇപ്പോൾ നമുക്ക് ജിമ്മ് പാസ്സായിട്ടുണ്ട്. ബീച്ചിൽ നഗരാസൂത്രണ ഫണ്ടിൽ നിന്ന് വെച്ചുകൊണ്ട് കോർപ്പറേഷൻ്റെ ജിമ്മ് ബീച്ചിലേക്ക് ജിം ക്ലാസ് വരാനുള്ള പോകുന്നത്. വനിതകൾക്ക് വ്യായാമത്തിനൊപ്പം മാനസിക ഉല്ലാസവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും കോർപ്പറേഷൻ പരിധിയിൽ 10 കേന്ദ്രങ്ങളിൽ ഇത്തരം സൈക്കിൾ സവാരി കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും സ്ഥിരം സമിതി അധ്യക്ഷൻ P. ദിവാകരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കുറ്റ്യാടിയിലെ ജനങ്ങൾ ഏറെ ആഗ്രഹിച്ച കുറ്റ്യാടി ബൈപ്പാസ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പുറമേരി കുനിങ്ങാട് വേറ്റുമൽ റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. പൊതുമരാമത്ത് വകുപ്പ് നബാർഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് കുനിങ്ങാട് പുറമേരി വേറ്റുമൽ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. കുനിങ്ങാട് മുതൽ പുറമേരി വരെയുള്ള 3.5 കിലോമീറ്റർ റോഡ് BM&BC നിലവാരത്തിൽ 5.5 മീറ്റർ വീതിയിൽ 7 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുക. നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രി P. A. മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ബൈപ്പാസിന്റെ ആവശ്യകത എത്രത്തോളമെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 38 കോടി രൂപ ചെലവഴിച്ചാണ് ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. കുറ്റ്യാടിയിലെ ജനങ്ങളേറെ ആഗ്രഹിച്ച കുറ്റ്യാടി ബൈപ്പാസ്
യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ള സന്തോഷവിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ലക്ഷ്യമിടുന്നതാണ് ഈ ബൈപ്പാസ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ബൈപ്പാസ് നിർമ്മിക്കുന്നത്. 38 കോടി രൂപയാണ് കുറ്റ്യാടി ബൈപ്പാസിന്റെ ചെലവ്. MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കെ മുരളീധരൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. റോഡ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK ഹാഷിം റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുറമേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി ലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം സുരേഷ് കൂടത്താങ്കണ്ടി, വൈസ് പ്രസിഡന്റ് CM വിജയൻ മാസ്റ്റർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷെയർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ഹെഡ്ക്വാർട്ടേഴ്സ് MK വിനോദ് കുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ജയിൽ ക്യാമ്പസിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും ഡെപ്പോസിറ്റ് സ്വീകരണവും നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനവും ഷെയർ സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ഹെഡ്ക്വാർട്ടേഴ്സ് MK വിനോദ് കുമാർ നിർവഹിച്ചു. ബഹുമാനപ്പെട്ട സുഭാഷ് സാറ്, കണ്ണൂർ കളക്ടറായിരുന്ന സുഭാഷ് സാറ് അവിടെ രജിസ്ട്രാറായിട്ട് ചുമതലയേൽക്കുകയും അദ്ദേഹത്തിനെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് കാര്യം പറയും. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഫയൽ വിളിപ്പിച്ച് എന്താണ് തടസ്സം പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഏതായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് അംഗീകാരം കിട്ടുകയും ചെയ്തു. അപ്പോൾ അവരുടെ അശ്രാന്തമായ ഒരു പരിശ്രമത്തെ ഞാൻ വളരെയധികം വിലമതിക്കുകയാണ്. ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടായി. പിന്നീട് അതിനുശേഷം ഇതിനൊരു ആസ്ഥാനം ഉണ്ടാകണം. അപ്പോൾ അതിന് തൽക്കാലം ഈ കോർപ്പറേഷൻ്റെ മുകളിൽ ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങനെ ആ രീതിയിൽ പിന്നെ അവർ ഇടപെട്ടിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ PWD കൊണ്ട് നിർമ്മിക്കാനായിട്ട് സാധിച്ചത്. എന്തായാലും നല്ലൊരു മുന്നേറ്റം അവർ കാഴ്ചവെക്കുന്നുണ്ട്. അതിന് പരിശ്രമിച്ചവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പിന്നെ ഇത് ജയിൽ വകുപ്പിലെ ജീവനക്കാർക്ക് ഇത് പ്രയോജനപ്പെടുന്നതാണ്. കാശ് കൂടുതലുള്ളവർക്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും കാശ് അത്യാവശ്യം ആവശ്യമുള്ളവർക്ക് ഒരു ലോൺ കിട്ടാനുള്ള സൗകര്യമൊക്കെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിലുണ്ട്. അപ്പോൾ ആരും വിഷമിക്കേണ്ട. അത്യാവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊരു അത്താണിയായി മാറുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ നോർത്ത് സോൺ B സുനിൽകുമാർ സ്ഥിര നിക്ഷേപവും ജോയിന്റ് രജിസ്ട്രാർ B സുധ സേവിങ്സ് ഡെപ്പോസിറ്റും സ്വീകരിച്ചു. നെറ്റ് ബാങ്കിംഗ് ഓൺലൈൻ ട്രാൻസാക്ഷന്റെ ഉദ്ഘാടനം സെൻട്രൽ പ്രിസൺ സൂപ്രണ്ട് ജയകുമാർ നിർവഹിച്ചു. പരിപാടിയിൽ സൊസൈറ്റി പ്രസിഡന്റ് രാജേഷ് കുമാർ T അധ്യക്ഷനായിരുന്നു. ജയിൽ സൂപ്രണ്ടുമാരായ ബൈജു KV, റത്തൂൺ OM, നസീം A, ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷീജ NM, അസിസ്റ്റന്റ് രജിസ്ട്രാർ രജിത M തുടങ്ങിയവരും മറ്റ് ജയിൽ ഉദ്യോഗസ്ഥരും സൊസൈറ്റി ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. TP ചന്ദ്രശേഖരനെ കൊന്നവർക്ക് ആ മണ്ണിൽ സ്ഥാനമില്ലെന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വടകരയിൽ നടക്കുകയെന്ന് കെ മുരളീധരൻ MP. സീറ്റ് വിഭജനം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മണ്ണിനും മനുഷ്യനും തുല്യ പ്രാധാന്യം നൽകി കേരളം പുതിയ ഭവന നയം രൂപീകരിക്കുമെന്ന് മന്ത്രി K രാജൻ. അഞ്ച് വർഷം കൊണ്ട് 100 പാലങ്ങൾ എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ അടുക്കുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.